സോ ഇത് നമ്മൾ വന്നിരിക്കുന്നത് കൊട്ടിയത്ത് അൽത്താഫ് റെസിഡൻസിലാണ്. ഇതൊരു റെനോവേഷൻ പ്രൊജക്റ്റ് ആയിരുന്നു. വളരെ പഴയ വീടാണ്. പക്ഷേ ഈ ഇടയ്ക്കാണ് നമ്മുടെ കസ്റ്റമർ യൂസുഫ് സാർ ഇതൊന്ന് റെനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം വളരെ സിമ്പിളായിരുന്നു. പണ്ടിട്ട് മാർബിൾ ആയിരുന്നു, പക്ഷേ അത് ഡാർക്ക് ഷെയ്ഡ്സ് ആയിരുന്നു, പണ്ടത്തെ ഡാർക്ക് ഷെയ്ഡ്സ് ആയിരുന്നു. അപ്പോൾ അത് മാറ്റി വീട് കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കണം എന്നായിരുന്നു അവിടെ റിക്വസ്റ്റ്. സോ ഒബ്വിയസ്ലി ദ ആൻസർ വാസ് വൈറ്റ് കളർ ടൈൽസ്. പക്ഷേ വൈറ്റ് കളർ ടൈൽസ് എടുത്തപ്പോഴും ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ഇതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാൻ പറഞ്ഞ്. സാറിൻ്റെ വേറൊരു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറഞ്ഞിരിക്കണം, വൈറ്റ് ആയിരിക്കണം, പിന്നെ എന്തുണ്ടെങ്കിലും ഒരു പ്രീമിയം ഫീൽ ഡെഫിനറ്റ്ലി വരണം. പേസ്റ്റിലാണ് മാർബിളിന്റെ പുറത്ത്. അത് അതിന്റെ വേറൊരു പ്രത്യേകതയാണ്. സോ പ്രൈസ് കുറഞ്ഞിരിക്കണം, ക്വാളിറ്റി ആയിരിക്കണം. അപ്പൊ ഞങ്ങളുടെ നിർബന്ധമായിരുന്നു 6x4 ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം ചേർന്ന് വന്നത് മൊണോലിത്തിന്റെ 6x4 സൈസ് സാച്ചുവാരിയോ പ്രിന്റിലേക്കാണ്. സാച്ചുവാരിയോ ഒറാക്കൽ ഇൻ 6x4 സൈസ്. അപ്പം സജിയാണ് ഇവിടെയും എൻ്റെ ടെക്നീഷ്യൻ. വെൽക്കം സജി. അപ്പം ഇവിടത്തെ പ്രത്യേകത എന്തുവാണ് ഈ വിരിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാർബിളായിരുന്നു. മാർബിളിന്റെ മേളില് നമ്മൾ പേസ്റ്റില് ഇത് ചാന്തിലല്ല ചെയ്യുന്നത്. പേസ്റ്റിൽ ഫുൾ പേസ്റ്റിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുക. ഫുൾ സ്പേസ് ഇട്ട് ലെവൽ സ്പേസിൽ യൂസ് ചെയ്ത് ഫുൾ പേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതാകുമ്പോഴുണ്ട് ഈ പൊളിച്ച് കളഞ്ഞ് രണ്ടാമത് ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്പെൻസീവ് കൂടുതലാണ്. അതെ. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത് കോൺക്രീറ്റ് വരെ ചെയ്യേണ്ടി വരും. അതെ. ഇതെന്ന് പറഞ്ഞാൽ പേസ്റ്റ് പിന്നെ അതിനുള്ള പേസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ പേസ്റ്റ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മാർബിൾ ഇട്ടുകൊണ്ട് ഡെഫിനറ്റ്ലി സ്പിരിറ്റ് ലെവൽ ആയിരുന്നു. സ്പിരിറ്റ് ലെവൽ. അതുകൊണ്ട് പേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറച്ച് മതി. നമ്മുടെ ഈ ടൈൽ അദസീവ്സിന് വേറൊരു പേരുണ്ട്. അതിന്റെ പേരാണ് തിൻ സെറ്റ് അദസീവ്. അപ്പൊ തിൻ സെറ്റ് അദസീവ് നിങ്ങൾ കേട്ടിട്ടുണ്ടായി. തിൻ സെറ്റിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു 3 mm തിക്നെസ് മതി ഒരു 6x4 ടൈല് നമുക്ക് ഒരു സ്പിരിറ്റ് ലെവലുള്ള ഒരു സർഫേസിൽ വിരിക്കാം. വെറും 3 mm തിക്നെസ് മതി ഈ പേസ്റ്റ്. അത്രയും പവർഫുൾ പേസ്റ്റ് ആണിത്. പക്ഷേ ഒറ്റ കാര്യമുള്ള സിമെന്റ് മിക്സ് ചെയ്യുക. സിമെന്റ് ആഡ് ചെയ്ത് ഫുൾ പേസ്റ്റ് തന്നെ ചെയ്യണം. നമ്മളിവിടെ ഏത് അദസീവാണ് യൂസ് ചെയ്തത്? ഇപ്പൊ നമ്മളിവിടെ സെറാബോൺ 27 ആണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ 6x4 ടൈൽ ആണെങ്കിൽ പോലും അത് വ്യക്തമായിട്ട് അത് അറിയാവുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻസീവ് സെറ്റിംഗ് ടൈം ഉള്ള പശ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഉപയോഗിക്കുന്ന പശ എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം ഉള്ള അല്ലാന്ന് അറിഞ്ഞ് ചെയ്യുന്ന ഒരു വർക്കറാണ്. ഇപ്പൊ സജീവമുള്ള വർക്കർ ആണെങ്കിൽ ശരിക്കും നമുക്ക് എൻ്റെ 100 രൂപ ചാക്കിന്റെ പുറത്ത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നോർമലി ആർക്കിടെക്ട്സ് ആ റിസ്ക് എടുക്കാറില്ല. സോ അവർ ടെക്നീഷ്യൻസ് ഇൻകോമ്പിറ്റന്റ് ആയിരിക്കും എന്നുള്ള ധാരണയിൽ അവരെപ്പോഴും കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടിയ പശ എടുപ്പിക്കും. സോ ഹിയർ ഇവിടെ നമ്മൾ വീണ്ടും ഒരു അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ 100 രൂപ മാത്രമല്ല 27 നമ്മൾ ഫുൾ സ്പേസർ യൂസ് ചെയ്താ ചെയ്യുന്നത്. കമ്പൽസറി സ്പേസർ യൂസ് ചെയ്ത് വൈബ്രേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈബ്രേറ്റർ പേസ്റ്റ് വൈബ്രേറ്റർ തന്നെ യൂസ് ചെയ്യണം. വൈബ്രേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിയെ വെച്ചുള്ള കൊട്ടി ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് സൗണ്ട് കേൾക്കാം. വർക്ക് നടക്കുന്നുണ്ട് അകത്ത്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഈ വീട്ടിൽ കയറുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് ബോൺസായി ഇവിടെ. ഒരു നല്ല ഒരു കളക്ഷൻ ബോൺസായി മരങ്ങളുടെ പാലയുടെ ബോൺസായി. ബ്യൂട്ടിഫുൾ വർക്ക്. സോ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എത്ര ടേസ്റ്റ്ഫുൾ ആണെന്ന് നമുക്ക് ഇവിടെ ഗാർഡൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ദേ ഹാവ് ചോസൻ ദിസ് ബ്രാൻഡ്. ഇതാണ് ടൈലിന്റെ കവർ. ഇതാണ് മൊണോലിത്തിന്റെ 6x4 ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഈ കമ്പനിയാണ് സിംബോളോടെ പല പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിംബോളോ എന്ന പേരിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം മിക്ക മെറ്റീരിയൽസും മൊണോലിത്തിന്റെ ആണ്. ഇതാണ് ആ വീടിന്റെ സിറ്റ് ഔട്ട്. പഴയ മാർബിൾ ഇതിന്റെ അടിയിലുണ്ട്. അതിന്റെ പുറത്ത് പേസ്റ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. 2 6x4 ടൈൽ യൂസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് മൊണോലിത്തിന്റെ സാച്ചുവാരിയോ ഒറാക്കൽ വളരെ ലോ കോൺട്രാസ്റ്റ് സാച്ചുവാരിയോ ആണ്. അതായത് വൈറ്റ് ബേസിനകത്ത് വളരെ നേരിയ ഒരു ഗ്രേ കളറിലെ ക്ലൗഡ്സ് ആണ്. സെക്കൻഡ് ഉപയോഗിച്ചേക്കുന്നത് 15 mm തിക്നെസ് ഉള്ള റോക്കർ ബ്ലാക്ക് ആണ്. സ്റ്റാർ മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയൽ ഇപ്പം നമ്മുടെ അബ്സല്യൂട്ട്ലി ഗ്രാനൈറ്റ് ഫ്രീ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തത്. അപ്പം ഗ്രാനൈറ്റിന് പകരം ഇത് റോക്കർ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എപ്പിസോഡിൽ നമ്മൾ റോക്കർ ഗ്രേ ആണ് കണ്ടത്. പക്ഷേ റോക്കർ ബ്ലാക്ക് കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതലാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ റോക്കർ ബ്ലാക്ക് ഈസ് റിയലി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ. കോമ്പിനേഷന് ഏറ്റവും നല്ല ഗ്രാനൈറ്റിനെക്കാട്ടിലും എന്തും കൊണ്ടും നല്ലൊരു മെറ്റീരിയലാണ്. ഇവിടെ നമുക്ക് കാണാം ഫ്ലോർ എല്ലാം ക്ലിപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് ചെയ്തേക്കുക. വൈബ്രേറ്റർ അവിടെ നടക്ക് കിടപ്പുണ്ട്. സോ വിച്ച് മീൻസ് ഈ ഫ്ലോർ എല്ലാം വൈബ്രേറ്റർ വെച്ചാണ് ഇതിനെ വർക്ക് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് മൊണോലിത്ത്. ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ. സൂപ്പർ വൈറ്റ് പിഗ്മെന്റ്. ഈ സെയിം പിഗ്മെന്റ് ബ്രാൻഡഡ് കമ്പനീസിലേക്ക് പോവുകയാണെങ്കിൽ മൊണോലിത്തിനെക്കാളും 50 രൂപ സ്ക്വയർ ഫീറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. സോ അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. സോ നമ്മളിപ്പം വീടിന്റെ ഹാളിനകത്ത് നിൽക്കുകയാണ്. ഹാളിൽ നമുക്ക് വീട് കാണുമ്പോൾ അറിയാം അത്യാവശ്യം പഴക്കമുണ്ട്. പക്ഷേ ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ്ഫുള്ളി ചെയ്ത ഒരു വീടാണ്. ബട്ട് ടൈം ഹാസ് പാസ്ഡ്. കണ്ടംപററി ഫീൽ വീട്ടിന് വേണമെന്ന് വിചാരിച്ചപ്പം ഇട്ട ഒരു ടൈലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സാച്ചുവാരിയോ 2 ടൈപ്പ് ഉണ്ട്. ബേസിക്കലി ഞാൻ പെട്ടെന്നൊന്ന് പറയാം.
ലോ കോൺട്രാസ്റ്റ് സാച്ചുവാരി ഉണ്ട്, ഹൈ കോൺട്രാസ്റ്റ് സാച്ചുവാരി ഉണ്ട്. അതൊരു ക്ലാസിഫിക്കേഷൻ. പിന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഗ്രെയിൻസ്, നോൺ ഡയറക്ഷണൽ ഗ്രെയിൻസ്. അപ്പോൾ ഇത് ഡയറക്ഷണൽ ഗ്രെയിൻസ് ഉള്ള ലോ കോൺട്രാസ്റ്റ് സാച്ചുവാരി ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കാറ്റഗറിയാണ് സാച്ചുവാരിയിൽ. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസ് ചെയ്ത് ഞാൻ ഇത് എടുപ്പിച്ച്. പക്ഷേ ആദ്യം അവർ ഹെസിഡൻ്റ് ആയിരുന്നു, കാരണം വീട് വലുതല്ല, അപ്പം ഇത്രയും വലിയ ടൈലിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇത് എടുത്ത് ഇപ്പം വളരെ ഹാപ്പിയാണ് സാർ. ഇത് കണ്ട് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഹാപ്പിയായി. കാരണം ഹോൾ നല്ല, എനിക്ക് തോന്നുന്നു എത്ര ഒരു 10-12 പീസ് കൊണ്ട് ഹോൾ തീർന്ന്. പക്ഷേ നമുക്ക് കയറി വരുമ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തുനിന്ന് പല ടൈൽസും ഫർണിച്ചറിൻ്റെ അണ്ടറിൽ പോവുമെങ്കിലും ഒരു 3 ടൈൽ നമുക്ക് ഫുള്ളായിട്ട് കണ്ടാൽ മതി ഒരു ഹോളിനകത്ത്. ഫുൾ ഹോളിൻ്റെ ഒരു പ്രീമിയം ലുക്കിനെ ഒരുപാട് അങ്ങ് ലിഫ്റ്റ് ചെയ്യും. അപ്പം ഇതേ ഹോളിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു റൂമുണ്ട്. അവിടെ ഇതേ ടൈലിൻ്റെ 160/80 സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ചെറിയ റൂമിൽ 160/80 സൈസും സ്ലാബ് സൈസാണ്. നമുക്കറിയാം 160/80 ടൈൽസിനെ നമ്മൾ ടൈൽ എന്നല്ല പറയാറ്, സ്ലാബ്സ് എന്നാണ് പറയുക. കാരണം അത് സ്ലാബ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫ്ലെക്സി ബോഡി വിട്രിഫൈഡ് ആണ്. സോ ആ അർത്ഥത്തിൽ, അതായത് ബോഡിയുടെ മേക്കിൽ 6x4ഉം 160/80ഉം ഡിജിറ്റൽ ടൈൽസ്, അത് രണ്ടും സ്ലാബിലാണ് വരുന്നത്. സോ ഇതിപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഫ്രണ്ട് ഡോറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് R4 ഒരു പ്രത്യേകത ഇതാണ്. ഒരു ഡോറിൽ നമുക്കറിയാം ജോയിൻസിന് ഉള്ളിൽ ഔട്ടിൽ പോകും, കട്ടളയ്ക്ക് ഔട്ടിൽ. ഇത് 6x4ന് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. 6x4 വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കട്ടള ഒരിക്കലും 4 ഫീറ്റ് വരുന്നില്ല ഒരു വീടിന്റെ. സോ വിച്ച് മീൻസ് വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഡോറിന്റെ മുമ്പിൽ തന്നെ ഒരു ലൈൻ ഓടുന്നത് ഒഴിവാക്കണമെങ്കിൽ അത് 6x4 ആണ് അതിന്റെ ഏറ്റവും നല്ല ഉപായം. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കാണാം ഓൾമോസ്റ്റ് 1 മീറ്ററിന്റെ ഡോറാണ് ആൻഡ് 1.2 മീറ്റർ നമുക്ക് ടൈലുണ്ട്. സോ ഡോറിൽ നിന്ന് കയറുമ്പോൾ നേരെ ഒരു ഫുൾ ടൈൽ ഫോർ 6 ഫീറ്റ്, അതായത് ആദ്യത്തെ 2 പടി 3 പടി വരെ നമ്മുടെ കാലിൽ ജോയിന്റ്സ് വരത്തില്ല. സോ അത് ഒരു വീടിന്റെ ടൈലിങ്ങിനെ വളരെയധികം പ്രീമിയം ആക്കും അറ്റ് എ വെരി വെരി ലോ കോസ്റ്റ്. കാരണം ഒരു ബ്രാൻഡഡ് ടൈല് ഓപ്റ്റ് ചെയ്യാതെ ഒരു അൺബ്രാൻഡഡ് ലെസർ നോൺ ബ്രാൻഡ് മോണോലിത്തിനെ പോലെ ഒരു ബ്രാൻഡ് ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് നമുക്ക് പൈസയും സേവ് ചെയ്യാൻ പറ്റി ഇവിടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ലുക്ക് ഈസ് ഇംപെക്കബിൾ. ഇനി ഈ ഭിത്തിയുടെ കളേഴ്സും മാറി ഈ വീട്ടിൽ മൊത്തത്തിൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കെല്ലാം കഴിയുമ്പം ഇതൊരു പഴയ വീട് റെനോവേറ്റ് ചെയ്തതെന്ന് പറയാനേ പറ്റത്തില്ല. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ് 160/80 ടൈൽ ഓൾസോ. സോ നമ്മളിപ്പോൾ റൂമിനകത്താണ് നിൽക്കുന്നത്. റൂമിനകത്ത് 160/80 ആണ് ഒരു ലൈനേ ഉള്ള സെൻറ്ററിൽ. സോ വിച്ച് മീൻസ് ക്വൈറ്റ് ബിഗ് ടൈൽ ഫോർ ദിസ് സ്മോൾ റൂം. അത് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആ 6x4ഉം 160/80ഉം ഒരു കളർ വേരിയേഷനും ഇല്ല. സെയിം ബാച്ചിലെ മെറ്റീരിയൽ, ഒരേ മെറ്റീരിയൽ വിരിച്ച പോലെ തന്നെ ഇരിക്കുന്നത്. അത് സജിക്ക് തോന്നിയില്ലേ? ശരിക്കും രണ്ട് ഇല്ല, ബാച്ച് വേരിയേഷൻ ഒന്നുമില്ല. കാര്യം നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് ജോയിന്റ്സിനെ കണക്റ്റഡ് ആയി ഇരുന്നാൽ മതിയായിരുന്നു. അതെ, കാര്യം പിന്നെ അത് മാത്രമല്ല, ഈ ഹോളിൽ സെൻട്രൽ ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. ഒറ്റ ലൈനേ ഉള്ളൂ. നടക്കുന്ന ഭാഗത്ത് നമുക്ക് രണ്ട് ലൈൻ പറ്റില്ല. ഏറ്റവും ഭംഗി വരാൻ പോകുന്ന ഈ ഭിത്തിയുടെ കളർ, ഈ ബേജ് കളർ മാറിയിട്ട് വൈറ്റ് ആവുമ്പോൾ ഈ റൂമിന്റെ ലുക്ക് മേ ബി 10 to 20 ടൈംസ് എലിവേറ്റ് ആവും കമ്പയർഡ് ടു ഇറ്റ്സ് earlier version. സോ ഇതിനകത്ത് ഈ വീട്ടിൽ നമ്മൾ ഇനി വളരെ യൂണിക് ആയിട്ടുള്ള ഒരു സാധനം കാണാൻ പോവാം. അത് വളരെ പോപ്പുലർ. അതിനെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇപ്പോൾ തരാം. ലെറ്റ്സ് ഗോ. ഈ പറഞ്ഞ ഒരു പുതിയ കാര്യം, അല്ലെങ്കിൽ ഇപ്പം വളരെ പോപ്പുലർ ആയിക്കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് നിഷ് ഇൻ എ ബാത്റൂം. അപ്പം ഇത് പണ്ട് ഒരു 20-25 ഇയേഴ്സ് ബാക്ക് ഇതൊരു കോമൺ സംഭവമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് നിഷസ് അങ്ങ് പോയി. പക്ഷേ ഇപ്പം വെസ്റ്റേൺ വെബ്സൈറ്റ്സിനകത്തും വെസ്റ്റേൺ ഇൻസ്റ്റാഗ്രാം ചാനൽസ്, അതിനകത്ത് ഇന്റീരിയർ ഡിസൈനറിന്റെ ചാനൽസിനകത്ത് എല്ലാം നിഷിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ വളരെ സ്ട്രേഞ്ച് ആണ്. നിഷ് ഇപ്പൊ വീണ്ടും വോഗിൽ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ LED ലൈറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈറ്റിംഗിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്. സോ ഇതുപോലത്തെ ചെറിയ സ്പേസ് പോലും ഇപ്പൊ നല്ല രീതിയിൽ ലൈറ്റ് അപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ലൈറ്റ്സ് വന്നപ്പോഴാണ് ഈ നിഷസിന്റെ ഒരു റിസർജൻസ്, അല്ലെങ്കിൽ ഈ നിഷസ് വീണ്ടും ആ ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. സോ ഇവിടെ ഇതൊരു അണ്ടർ വർക്ക് ഒരു ബാത്റൂമാണ്. ഇത് കജാരിയയുടെ ഇൻഫിനിറ്റിയുടെ ക്ലിഫ്സ്റ്റോൺ ബീച്ച് എന്ന് പറയുന്ന ഒരു ടൈല, സിംഗിൾ ടൈൽ ആപ്ലിക്കേഷന്. ഇത് വേറൊരു ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഈ ബാത്റൂമിനകത്ത് കാണാം 2 കളർ ഇല്ല, ജസ്റ്റ് ഒരു കളറേ ഉള്ളൂ ഭിത്തിയിൽ. കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ഇപ്പൊ തന്നെ വളരെ ബ്യൂട്ടിഫുൾ എലഗന്റ് ലുക്കാണ് ഈ ബാത്റൂമിന്. ഇതിനകത്ത് നിഷ് ചെയ്തിട്ടുണ്ട്. നിഷിനകത്ത് എനിക്ക് തോന്നുന്നു റോക്കർ ബ്ലാക്ക് വെച്ചാണ്. സോ ബ്ലാക്ക് കളറിലെ 15mm ടൈൽ വെച്ചാണ് ഇതിന്റെ നിഷ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളില് ബാക്കിൽ ഈ ടൈൽ തന്നെ, ഈ ക്ലിഫ്സ്റ്റോൺ ബീച്ച് തന്നെ അകത്ത് വരും. സോ ദിസ് ഈസ് എ വെരി സബ് 50 rupees ടൈൽ, ബട്ട് വെരി ബ്യൂട്ടിഫുൾ. ഫ്ലോറിന് യൂസ് ചെയ്യാം, വാളിന് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ ബാത്റൂം നമുക്ക് കാണാം. ഫിനിഷ് ചെയ്യുമ്പോൾ സൂപ്പർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ വേറൊരു ബാത്റൂം ഇതേ വീട്ടിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫിനിഷ്ഡ് നിഷ് റോക്കർ ബ്ലാക്ക് വെച്ച് എങ്ങനെ ഇരിക്കും ഇപ്പം കണ്ടു നോക്കാം. സജിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ നിഷിനെ കുറിച്ച്? അത്യാവശ്യം ചെറിയ ടോയ്ലറ്റുകൾക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടോയ്ലറ്റാണ്. ഇവർ കോമൺ ടോയ്ലറ്റ് ആണ്. ഈ ടോയ്ലറ്റിന്റെ കാര്യം വെച്ചാൽ ഇവർക്ക് ഒരു സബ്
ഡിഷ് വെക്കാനോ ഷാമ്പു വെക്കാനുള്ള സ്പേസ് ഇതിനകത്തില്ല. അപ്പം മാക്സിമം ഇങ്ങനെ ചെറിയ ടോയ്ലറ്റുകളിൽ ഇത് വെക്കുക എന്നുള്ളത്. പിന്നെ ചെറുതെന്നല്ല വലുതിനാലും നമുക്കിത് വെക്കാം. കാര്യം ഇങ്ങനെ ഔട്ടിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു മെറ്റീരിയലിനെക്കാളും എപ്പോഴും ഉള്ളിലോട്ട് നിൽക്കുന്നതാണ് ബെറ്റർ. കാര്യം എന്താ പറഞ്ഞാൽ നമുക്ക് കംഫർട്ടായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് നമുക്ക് ക്ലോസറ്റുകൾക്ക് യൂസ് ചെയ്യുന്ന ബ്രഷ് യൂസ് ചെയ്യുന്നതിനുള്ള ഇവിടെ വേറൊരു നിഷുണ്ട്. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, ഇവിടെ വേറൊരു നിഷുണ്ട്. ആ നിഷ് എന്ന് വെച്ചാൽ സജി പറയുന്നത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ്. നമ്മൾ മിക്ക വീടുകളിലും കാണും ഈ ടോയ്ലറ്റിന്റെ ക്ലോസറ്റിന്റെ കൂടാണ് കോർണറിലാണ് ഈ ബ്രഷ് ഇരിക്കുന്നത്. അപ്പൊ അതൊരു നല്ല കാഴ്ചയല്ല. അപ്പൊ ശരിക്കും അതിനെ നമുക്ക് കുറച്ച് കൺസീൽഡ് ആക്കി വെക്കാൻ, പക്ഷേ വളരെ ഹൈജീനിക് ആയിട്ടുള്ള പെട്ടെന്ന് നോട്ടം പോകാത്ത ഒരു സ്പോട്ടാണ്. അപ്പൊ ഇവിടെയും റോക്കർ ബ്ലാക്ക് ചെയ്യും. എന്നിട്ട് ഒരു നിഷ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഹാർപ്പിക്കോ ക്ലീനറോ അതും അതിന്റെ കൂടെ വെക്കാൻ പറ്റും. അമേസിംഗ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കവർ ചെയ്യാം. സോ അതിന്റെ കൂടെ തന്നെ വീണ്ടും ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഞങ്ങളുടെ ക്യാമറയുടെ ബാക്കിലുണ്ട്, UPVC വിൻഡോസ്. അപ്പോൾ നമ്മൾ ആ UPVC വിൻഡോ കണ്ടു. അപ്പോൾ ഈ UPVC വിൻഡോ അല്ല, അതിനകത്ത് എഴുതിയേക്കുന്ന ആസ്ട്രിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ആ UPVC വിൻഡോ നിങ്ങൾ കണ്ട് അതിനൊരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. അപ്പോൾ കഥ ഇപ്പോൾ സജി പറയാൻ. സംഭവം നമ്മളെ UPVCയുടെ കൊല്ലത്ത് തന്നെ ഏറ്റവും വമ്പൻ ബ്രാൻഡിൽ പറഞ്ഞാൽ ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരു ഓണറിന്റെ വീടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ഒരു UPVC ഫാക്ടറിയുടെ വീഡിയോ ചെയ്തായിരുന്നു. ആസ്ട്രിക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫാബ്രിക്കേറ്റിംഗ് ഫാക്ടറിയും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഉമേലൂരിൽ തന്നെ ഉണ്ട്. അപ്പം ആ ഫാക്ടറിയുടെ ഒരു പാർട്ട്ണറിന്റെ വീടാണ്, യൂസുഫ് സാറിന്റെ വീടാണിത്. സോ അദ്ദേഹത്തിന്റെ ഓൺ ഫാക്ടറിയിൽ നിന്ന് വന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എസ്ട്രിക്സ് UPVC ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ യൂസുഫ് സാറിന്റെ നമ്പർ ഞങ്ങൾ ലിങ്കിനകത്ത് തരാം. നിങ്ങൾക്ക് UPVC പൈപ്സിന്റെ അല്ലെങ്കിൽ UPVC ഫിറ്റിംഗ്സിന്റെ എന്ത് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഫാക്ടറിയിൽ കണക്ട് ചെയ്യാം. എല്ലാ തരത്തിലുള്ള UPVC ഏറ്റവും ക്വാളിറ്റി, ഏറ്റവും നല്ല സർവീസും തരുന്ന ഒരു ഇതാണ് UPVC ആണ് ഫാക്ടറിയുടെ പേര്. ഇപ്പൊ സംഭവിച്ചപ്പോഴല്ലേ ഈ അത്യാവശ്യം പുള്ളി ഇപ്പോൾ റിനോവേഷൻ ചെയ്തുകൊണ്ട് മാക്സിമം ചെയ്യാവുന്ന അത്രയും UPVC ആയിക്കൊണ്ടിരിക്കുക. കാര്യം ഇത് 30 കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പൊ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ഥല ഏരിയകളിൽ UPVC ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ഒരു വിൻഡോ UPVC is the future. I have no other choice for normal people. So let's go. ഇപ്പൊ നമുക്ക് ഫിനിഷ്ഡ് നിഷ് ബാക്കി ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ കാണാം. യൂസുഫ് സാറിന്റെ വീട്ടിൽ തന്നെ വേറൊരു ബാത്റൂം റെനോവേറ്റ് ചെയ്ത ഒരു ബാത്റൂമാണ്. അതിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വാൾസിൽ കാണുന്നത് നിറ്റ്കോയുടെ ഡവോനിക്സ് ആണ്, ബ്യൂട്ടിഫുൾ ടൈൽ. ഫ്ലോറിൽ കാണുന്നത് ഐ തിങ്ക് ഗ്രാവോ ബ്ലാങ്കോ ആണ്. സോ അമേസിംഗ് ലിറ്റിൽ ബ്രൈറ്റ് സ്പോട്ട് ഇൻ ദ ഹൗസ്. ഓഫ് കോഴ്സ് ഇതിന് മുമ്പ് ഇത് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും, പക്ഷേ ഇപ്പോൾ ഇത് നല്ല ലൈറ്റ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതല്ല. നമ്മുടെ ടോപ്പിക് ഈ നിഷാണ്. ഈ നിഷ് അൺഫിനിഷ് നിഷാണ്. നമ്മൾ വേറൊരു ബാത്റൂമിനകത്ത് കണ്ടത്. ഈ നിഷ് ഫിനിഷ് ആയിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. സജി ഇത് എങ്ങനെയാണ് ചെയ്തത്? ഈ പറഞ്ഞ തന്നെയാണ്. നമുക്കിതിന് 9 ഇഞ്ച് കനമുള്ള ഒരു ഭിത്തിയായിരുന്നു. വോളിൽ നിന്ന് ഒരു 5 ഇഞ്ച് നമ്മൾ എടുത്തുകൊണ്ട് ഉള്ളുണ്ടാക്കിയെടുക്കുന്നു. ഈ 5 ഇഞ്ച് നമ്മൾ സോപ്പ്, ഷാമ്പു. അപ്പോൾ ഷാമ്പുവിന്റെ ഹൈറ്റ് ആണ് 30 സെന്റിമീറ്റർ. ആ 30 സെന്റിമീറ്റർ ഹൈറ്റിൽ ലെങ്ത് നമുക്ക് എത്ര ഹൈറ്റ് പക്ഷേ 30 സെന്റിമീറ്റർ നമ്മൾ എടുക്കുന്നു. സോപ്പ് വെക്കാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇതിനകത്ത് നമുക്കൊരു ചെറിയ സ്ലോപ്പ് കൂടെ ഔട്ട്ലോഡ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് വെള്ളം വീണാൽ ഇതിനകത്ത് ഔട്ടിൽ പോകാൻ ഇരിക്കത്തില്ല. കാരണം ഇതിപ്പോ ഈ ചെറിയ ടോയ്ലറ്റ്സ് ആയതുകൊണ്ടാണ്. ചെറിയ ടോയ്ലറ്റ്സിനകത്ത് ആവുമ്പോൾ ഒന്നും ഈ പറഞ്ഞ മുമ്പ് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഒഴിവാക്കിയപ്പോൾ നമ്മൾ ചെയ്തപ്പോഴാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് എടുത്തത്. ഇതിന്റെ ഈ പറഞ്ഞ തന്നെ താഴെ നമ്മൾ ഇപ്പൊ ഇതാണ് ഫിനിഷിൽ വരുന്നത്. ഇത് പറഞ്ഞാൽ 65 സെന്റിമീറ്റർ ഹൈറ്റും 16 ഇഞ്ച് നമുക്ക് തരും. 15 ഇഞ്ചോളം വരത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വീതിയിലും കൊടുക്കാൻ ഈ ഒരു ബോക്സ് ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസ് വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. അപ്പം ഈ 2 നിഷ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം റോക്കർ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ റോക്കർ ബ്ലാക്കിന്റെ സർഫേസിലെ കളർ എഡ്ജിൽ കിട്ടുമെന്ന് പല കസ്റ്റമേഴ്സും മിക്ക കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നതാണ് എപ്പോഴും സർഫേസ് കളറിന്റെ ഒരു 90% ആണ് എഡ്ജിൽ കിട്ടുന്നത്. 100% ബ്ലാക്ക് കിട്ടത്തില്ല. പക്ഷെ ആ വരുന്ന 90% വളരെ ബ്യൂട്ടിഫുൾ കോൺട്രാസ്റ്റ് ആണ്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇതിനകത്ത് ഒരു ഭംഗിയില്ലായ്മ തോന്നത്തില്ല. ബിക്കോസ് സർഫേസിന്റെ കളറും എഡ്ജിന്റെ കളറും ഡിഫറെന്റ് ആണ്. കാരണം അത് രണ്ടും തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. സോ വെരി നീറ്റ്ലി ഡൺ. നല്ല സോഫ്റ്റ് ഷൈനി ഫിനിഷ് ആണ് ഔട്ടറിൽ, പക്ഷെ അകത്ത് നല്ല ലപ്പാട്ടോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. സോ നിഷ് ചെയ്യാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് റോക്കർ ബ്ലാക്ക്. പിന്നെ ഈ 15 mm തിക്നെസ് കാഴ്ചയ്ക്ക് ഒരു ഭംഗിയാണ്. സോ ദിസ് ഇസ് ഇറ്റ്. ഞങ്ങൾ എപ്പിസോഡ് ഇനി നീട്ടി വലിക്കുന്നില്ല. സോ ഐ ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ടൈം വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് 6x4 ടൈൽസ് അല്ലെങ്കിൽ വലിയ സൈസ് സ്ലാബ്സ് ഉപയോഗിക്കാൻ പേടിക്കേണ്ട. പഴയ വീടുകൾ 20-30 വർഷം പഴയ വീടുകൾ റെനോവേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ പുതിയ വീടുകൾ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സോ സജി, താങ്ക് യു. വീണ്ടും ഒരു എപ്പിസോഡിൽ ഇതിനേക്കാളും നല്ല കണ്ടന്റുമായിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ.